നിങ്ങൾ കടന്നു വന്ന് നിങ്ങളേവരെയും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെപ്പോലെ തന്നെ ഇന്ന് ഞങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നാദ്യമായി കുടുംബമായി ഞങ്ങൾക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരമൊരുക്കുന്നു. ഓരോ വട്ടം ഈ ശുശ്രൂഷയിൽ കടന്നു വരുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാനും വരാറുള്ളത്. കാരണം എൻ്റെ ശുശ്രൂഷയിൽ അതെപ്പോഴും എന്നെ ഒരു പടി അനുഗ്രഹത്തിലേക്കും ശുശ്രൂഷയിലേക്കും ഉയർത്താൻ ഈ മീറ്റിംഗ് ഇവിടുത്തെ ശുശ്രൂഷകൾ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ വളരെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനുമായിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിലേക്കാണ് ഞാനും നിങ്ങളും ഇന്ന് പകൽ പ്രവേശിച്ചത്. ഇനിയും ഒരു സാന്നിധ്യം ഇറങ്ങി അതിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയ ഒരു അവസരമാണെന്ന് വിശ്വസിക്കുന്നവർ, നാം സേവിച്ചു വരുന്ന നമ്മുടെ ദൈവത്തെ എത്ര പേർ അതിന് ആമേൻ പറയും? നാം സേവിച്ചു വരുന്ന ഒരു ദൈവം, ദേവന്മാരെക്കാൾ ഉന്നതൻ, രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ, അവനെ പോലൊരു ദൈവമില്ല. ഇന്ന് പകൽ ആ ദൈവത്തെ ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെല്ലാം അല്പസമയം ഹൃദയം നിറഞ്ഞ് ആദരം ചലിപ്പിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. അല്പസമയം ആമേൻ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ആരാധനയിൽ നമുക്ക് ലഭ്യമായ ആ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, നാം എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോഴും ഇതൊരു വ്യക്തിപരമായ ദൗത്യമാണ്. ഞാൻ അറിഞ്ഞ് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഇത് വ്യക്തിപരമായി ദൈവത്തിന് ഓരോ വ്യക്തികളും നൽകേണ്ട ഒന്നാണ്. അങ്ങനെയെങ്കിൽ എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവിന്, എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിന്, എന്നെ വിടുവിച്ച എൻ്റെ ദൈവത്തെ, എന്നെ തിരഞ്ഞു വന്ന എൻ്റെ ദൈവത്തെ, എന്നെ ആമേൻ ഹല്ലേലൂയ രക്ഷിച്ച എൻ്റെ കർത്താവിന് ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ആഗ്രഹിക്കുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് വരെയും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ, ഞാൻ ഇന്ന് വരെയും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നെ തൊടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്ത് എത്ര പേരുണ്ട്? ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് വരെയും നാം ഇറങ്ങിച്ചെന്നിട്ടില്ലാത്ത ആഴം ഈ പരിശുദ്ധാത്മാവിന്റെ നദിയിലുണ്ട്. ഇന്ന് വരെയും നാം കടന്നു ചെന്നിട്ടില്ലാത്ത ആഴം ഈ പരിശുദ്ധാത്മ സാന്നിധ്യത്തിനുണ്ട്. ഇന്ന് പകലും അത് ആഗ്രഹിക്കുന്നവരെ സ്വർഗം വിളിക്കുകയാണ്. ഇന്ന് വരെയും നാം കടന്നു ചെന്നിട്ടില്ലാത്ത ഉയർന്ന മലകൾ ഇന്നും ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തുണ്ട്. ഇന്ന് പകൽ ആഗ്രഹിക്കുന്നവരെ അവൻ വിളിക്കുകയാണ്. അവൻ മഹത്വത്തിന്റെ മലയിലേക്ക്, മഹത്വത്തിന്റെ ഉയർച്ചയിലേക്ക് ഇന്ന് പകൽ ചിലരെ അവൻ ക്ഷണിക്കുകയാണ്. അത് എനിക്കുള്ളതാണ് ആ ക്ഷണമെന്ന് തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ ആ കരങ്ങളെ ഒന്ന് തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ശുശ്രൂഷയിൽ ഒരു പടി കൂടി ഉയരാൻ, ആമേൻ ഹല്ലേലൂയ, ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഒരു പടി കൂടി കർത്താവേ എനിക്ക് മുൻപോട്ട് വരാൻ, ഓ എന്നിൽ ദൈവം മഹത്വം വെളിപ്പെടുവാൻ, ആ സാന്നിധ്യത്തിൽ ഒന്ന് വസിക്കാൻ ഇന്ന് പകൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഹോ സന്നിധിയിൽ വസിച്ചോട്ടെ, ആ പാദങ്ങൾ ചുംബിച്ചോട്ടെ, സന്നിധിയിൽ വസിച്ചോട്ടെ, ആ പാദങ്ങൾ ചുംബിച്ചോട്ടെ, ആരാധ്യൻ
ചേർന്ന് നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആ നല്ല കർത്താവിനെ ചേർന്ന് ആരാധ്യം. ഓ യേശു പരാ വണങ്ങുന്നു ഞാൻ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആ നിൻ കരത്തിന് ആശ്ലേഷം, നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. അനുഭവിച്ചേ പകൽ നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. ജനം ശബ്ദം ഉയർത്തി ആരാധ്യനെ ആരാധ്യനോറശേ യേശു പരാ. ഓ വണങ്ങുന്നു. ഓ തേജസ്സേ ശരണേ. ഇന്ന് പകൽ അങ്ങയുടെ മുഖം കാണുവാൻ ഞങ്ങൾ ആഗ്രഹത്തോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കും. തേജസ്സേറും ആ പൊന്മുഖം, തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ചേർന്ന് പാടിക്ക്. മാധുര്യമാം നിൻമൊഴികൾ, മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം. ഇന്ന് പകൽ ഞങ്ങൾ അത് അനുഭവിക്കേണ്ട കർത്താവേ. ഓ മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം. ഇന്ന് പകൽ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാ. മാധുര്യമാം നിൻമൊഴികൾ. ദൈവ ശബ്ദം കേൾക്കാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ചേർന്ന് പറഞ്ഞേ. ഒരിക്കൽ കൂടി മാധുര്യമായ നിൻമൊഴികൾ, മാധുര്യമാം എന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന, എന്നെ മുൻപോട്ട് പോകുവാൻ സഹായിക്കുന്ന ആ ദൈവ ശബ്ദം ഇന്ന് പകൽ കേട്ടുകൊണ്ട് ആരാധ്യൻ ആരാധ്യനോ യേശു പരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഓ തേജസ്സേറും നിൻമുഖമെൻ ഹൃദയം. ഇന്ന് പകൽ അവന്റെ സാന്നിധ്യത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊന്ന് ചേർന്ന് ഓ ഇന്ന് പകൽ ആ സാന്നിധ്യത്തിൽ ഓ ഹല്ലേലൂയ. ആ സന്നിധിയിൽ വസിച്ചോട്ടെ, ആ പാദങ്ങൾ ചുംബിച്ചോട്ടെ. ജനമൊന്ന് ചേർന്ന് ചോദിച്ചേ. സന്നിധിയിൽ വസിച്ചോട്ടെ, ആ പാദങ്ങൾ ചുംബിച്ചോട്ടെ. ഒന്ന് ചേർന്ന് ചോദിക്കാമോ? സന്നിധി ഓരലമോസേ വസിച്ചോട്ടെ, ആ പാദങ്ങൾ ചുംബിച്ചോട്ടെ. നമുക്ക് ചേർന്ന് അവനെ ആരാധിക്കാം. ആരാധ്യൻ യേശു പരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഓ തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യനേ ആരാധ്യനോ യേശു പരാ. ഇന്ന് പകൽ നല്ല ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരുടെ ശബ്ദം ഉയരട്ടെ. തേജസ്സേറും
ജീവിക്കുന്ന ദൈവത്തെ ഉയർത്താൻ ആഗ്രഹമുള്ളവർ യേശുമാ, come on, ശബ്ദം ഉയർത്തി, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ, വേറെ ആരും വേറെയൊന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവെ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോലെ അവനെ അറിഞ്ഞവർക്ക് മാത്രമേ ഇത് പകലത് പറയാൻ കഴിയൂ. യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോൽ ആരുമില്ല. ആ നല്ല കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. Come on. മഹത്വം എന്റെ പ്രാണപ്രിയൻ, എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന്, എന്റെ യേശുവിന്, ഓ എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് മഹത്വം, എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന്, എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. ഇന്ന് പകൽ നാം ആരാധിക്കുന്ന ദൈവം, നാം ഉയർത്തുന്ന നമ്മുടെ യേശു ക്രിസ്തു, അവൻ നമ്മുടെ ആത്മ മണവാളനാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നാം കാത്തിരിക്കുന്ന നമ്മുടെ ആത്മ മണവാളനായ ക്രിസ്തുവിനെയാണ് ഇന്ന് പകൽ നാം ഉയർത്തുന്നത്. ഈ ഭൂമിയിൽ ഉയർത്താൻ കൊള്ളാവുന്ന ഏകനാമം, ഈ ഭൂമിയിൽ ആരാധനയ്ക്ക് യോഗ്യമായ ഏകനാമം, ഈ ഭൂമിയിൽ സകല നാമത്തിലും മേലായ ഏകനാമം യേശു കർത്താവിന്റെ നാമം. ഇന്ന് പകൽ അറിഞ്ഞവർ അവന് മഹത്വം കൊടുക്കുന്നത് കണ്ടാൽ സ്വർഗത്തിന് അത് അറിയാം. ഈ നാമത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവർ അവന് മഹത്വം കൊടുത്താൽ സ്വർഗം അത് അറിയും, സ്വർഗം അത് അറിയും. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും സ്നേഹത്തിൽ അവൻ ഇന്ന് പകൽ അവനെ സ്തുതിച്ചാൽ നിന്നെ സ്വർഗം അറിയും. നിർബന്ധത്തിൽ ആർക്കും ആരെയും ആരാധിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് പകൽ ബന്ധത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയും. അതിന് ആരുടെയും നിർബന്ധം ആവശ്യമില്ല. ഒരാമേൻ പറയാമോ? ഇന്ന് പകൽ യേശുവുമായുള്ള നിന്റെ ബന്ധത്തിൽ നിനക്കിന്ന് പകൽ ദൈവത്തെ എത്രത്തോളം ആരാധിക്കാൻ കഴിയുമോ അത്രത്തോളം നിനക്ക് ആരാധിക്കാൻ കഴിയും. കാരണം അവൻ നിന്നെ ആരും നിർബന്ധിക്കുകയല്ല. ഇത് നീയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ ഈ നാമത്തെ ഉയർത്താൻ ആരും പറയേണ്ട കാര്യമില്ല. ആ ബന്ധത്തിൽ നമുക്കറിയാം, എത്ര ഉയർത്തിയാലും മതിയാകാത്ത നാമം യേശുവിന്റെ നാമം, എത്ര വാഴ്ത്തിയാലും കൊതി തീരാത്ത നാമം യേശുവിന്റെ നാമം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലെല്ലാം മറന്ന് കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം. എത്ര പേർ അതിന് തയ്യാറായി? എനിക്കറിയാം നിങ്ങളിൽ പലരും രോഗികളായിരിക്കാം, നിങ്ങളിൽ പലരും ശരീരത്തിൽ ക്ഷീണത്തോടെ ആയിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾ പലരും വളരെ വേദനയോടെ ആയിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഫോർ ദ സേക്ക് ഓഫ് വർഷിപ്പ്, ദൈവത്തെ ആരാധിക്കേണ്ട ഒറ്റ കടമയുടെ മുൻപിൽ എല്ലാത്തിനെയും മാറ്റി വെച്ചിട്ട് ഇന്ന് പകൽ എല്ലാം മറന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ ഇന്ന് പകൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ വിടുതൽ സ്വർഗം ഇന്ന് പകൽ ഏറ്റെടുക്കും. ഇന്ന് പകൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ വിടുതൽ
ആ പ്രതീക്ഷിക്കുന്ന വിടുതലിനേക്കാൾ അപ്പുറത്തൊന്ന് നിനക്ക് വേണ്ടി ചെയ്യാൻ ദൈവം മതിയായവനാണ്. ഒന്നും പിടിച്ചു വെക്കാതെ കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മൾ ചേർന്ന് ഉയർത്താൻ പോകുക യേശുവിന്റെ നാമം. പ്രിയ കർത്തദാസൻ പാടിയ ആ പാട്ടിൽ യേശുവിന്റെ നാമത്തിന്റെ മഹത്വം നമ്മൾ ആദ്യം കേട്ടു. നമ്മളൊന്ന് ചേർന്ന് പാടാൻ പോവാ. ഹല്ലേലൂയ. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. ഈ പാട്ട് മുഴുവൻ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന വാക്കുകളാണ്. അറിയാവുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കേ. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ചേർന്ന് നമ്മൾ പണ്ട് പാടി അതേ സന്തോഷത്തിൽ ഒന്ന് ചേർന്ന് പാടാൻ പോവാ. സന്തോഷമുണ്ടോ? ഇന്ന് പകൽ ചേർന്ന കർത്താവിന്റെ നാമത്തെ ഒന്ന് ഉയർത്താമോ? കരങ്ങളെ തട്ടി ഹല്ലേലൂയ. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. Come on. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം. ശബ്ദം ഉയർത്തി പാടിക്കേ. യേശുവിൻ നാമം ഇണയില്ല നാമം, ഇമ്പനാമം. ഓ യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും സന്തോഷം ലഭിച്ചോ? യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. എന്റെ യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. ഓ യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. ഓ വാനിലും ഭൂമിയിലും വാനാതി വാനവൻ. ജനമൊന്ന് ചേർന്ന് പാടിക്കേ. വാനിലും വാനാതി വാനവൻ യേശുവിൻ. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. ഓ വാഗ്ദത്തമഖിലവും നൽകിടും. ഓ ആശ്രിതർ കാലംബദായകനാം. വാഗ്ദത്തമഖിലവും നൽകിടും. ഓ ആശ്രിതർ കാലംബദ. ചേർന്നുയർത്താം യേശുവേ. നാം സേവിച്ചു വരുന്ന ദൈവത്തെ ഇന്ന് പകലൊന്ന് ഉയർത്തിക്കേ. ഇണയില്ല നാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും. ഏവരും ഒരുപോൽ വണങ്ങിടും. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും. ഏവരും ഒരുപോൽ. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. ഓ യേശുവിൻ ഓ മധുരിമ നാമം, ഇണയില്ല നാമം. Come on, chant യേശുവിൻ. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം. വിശ്വസിക്കുന്നവർ ചേർന്ന് എത്ര മഹാത്ഭുതം, എത്ര മഹാത്ഭുതം യേശുവിൻ നാമം. പരിശുദ്ധൻ പരിശുദ്ധൻ. എത്ര മഹാത്ഭുതമേ. ഓ പരിശുദ്ധൻ പരിശുദ്ധൻ. എത്ര മഹാത്ഭുതം, എത്ര മഹാത്ഭുതം യേശുവിൻ നാമം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ. ഓ എത്ര മഹാത്ഭുതമേ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം. ആ നാമം ഉയർത്തുക. യേശുവിൻ
ജനം ശബ്ദമുയർത്തി ഹല്ലേലൂയ. ജയിച്ചവരുടെ ഒരു ഹല്ലേലൂയ പറയാം. ജയിച്ചവരുടെ. അപ്പൊ ഇത് കൈ വെച്ചിട്ടാ ഇത്ര നേരം എന്നെ കൊണ്ടിട്ട് പാടിച്ചല്ലേ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എനിക്കറിയാം ഇനിയും കുറച്ച് ദിവസങ്ങളും കൂടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സ്ട്രെങ്ത് ഒക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നത്. കുഴപ്പമില്ല, കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. ഇന്ന് ആരാധിക്കുവാണെങ്കിൽ നന്നായിട്ട് ആരാധിക്കണം. നാളെ നമുക്കുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ശരിയാണോ വെച്ചാ? അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആരും കുറ്റബോധത്തോടെ അങ്ങ് പോകരുത്. ദൈവത്തെ ആരാധിക്കുവാണെങ്കിൽ സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിക്കണം. നമ്മുടെ ആരാധന തൃപ്തിപ്പെടുത്തുന്നത് നമ്മളെ അല്ല, ദൈവത്തെയാണ്. മറക്കരുത്. ദൈവം പറയണം നിന്റെ ആരാധനയിൽ ഞാൻ പ്രസാദിച്ചെന്ന്. ഒരാമേൻ പറഞ്ഞാട്ട്. അതുകൊണ്ട് ഒന്നും പിടിച്ചു വെക്കരുത്, എല്ലാം കൊടുത്ത് കർത്താവിനെ ആരാധിക്കണം. ആമേൻ. യേശുവിന്റെ നാമത്തെ കുറിച്ച് ഇനിയും നമ്മൾ കുറച്ചും കൂടെ അറിയാനുണ്ട്. ഒരാമേൻ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, യേശുവിന്റെ നാമം നമ്മൾ അറിഞ്ഞതിലും വലുതാന്ന് പറഞ്ഞേ. ഈ നാമത്തെ കുറിച്ച് ഒന്നും അറിയാത്തവൻ വന്ന് ഒരു ദിവസം ഏലാ താഴ്വരെ വന്നിട്ട് കളിയാക്കി. ഏതും പോരാത്ത കർത്താവിന്റെ നാമത്തെ കളിയാക്കി. ഇതെല്ലാം കേട്ട് ഇവന്റെ പൊക്കവും മണ്ണവും ഒക്കെ കണ്ട എല്ലാവരും പേടിച്ചു നിൽക്കുമ്പം ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്നു. ഒരു പയ്യനാ. അവൻ കയറി വന്നിട്ട് പറഞ്ഞു, ആഹാ നീ ആരാ എന്റെ ദൈവത്തെ നിന്ദിക്കാൻ? നീ ആരാന്ന് ചോദിച്ചു. അവൻ തിരുവചനത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. വേറെ ആരും പറഞ്ഞില്ലെങ്കിലും ബേഥേൽ ചേർന്ന് പറ, എന്റെ ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറിപ്പോകും. ആത്മാർത്ഥമായിട്ട് പറഞ്ഞേ, ഞങ്ങൾക്ക് പിടിപാടൊന്നുമില്ല, ഞങ്ങൾക്ക് അധികാരികളെ ഒന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് അധികാരങ്ങളുമില്ല, ഞങ്ങൾക്ക് ഷോർട്ട് കട്ടും അറിയത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് ശീലമുള്ള ഒന്നുണ്ട്, യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നതാണ് ഞങ്ങളുടെ ശീലം. യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നതല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല ബ്രദർ എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ആത്മാർത്ഥമായിട്ട്. അങ്ങനെയെങ്കിൽ ദിസ് ഈസ് യുവർ മൊമെന്റ്. നിങ്ങൾ ഇവിടെ ദൈവനാമത്തെ ഉയർത്തും. ജയം ദൈവം നമുക്കപ്പുറത്തും നൽകിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ നാമം ഇവിടെ ഉയരുമ്പോൾ മറുവശത്ത് ജയം അവൻ നൽകും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില വിഷയങ്ങളിൽ എനിക്ക് ജയിക്കണമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒറ്റ വഴി, കർത്താവിന്റെ നാമത്തെ ഉയർത്തുക. ജയിച്ചവന്റെ ശബ്ദം ഇന്ന് പകൽ ഈ ആലയത്തിൽ നിന്ന് ഉയരണം. വചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജയാരവം മുഴക്കണം. ഒരാമേ പറഞ്ഞേ, ജയാരവം മുഴക്കണം. ചേർന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്ക്. ജയാരവം മുഴക്കി. ഹല്ലേലൂയ. നമ്മൾ ഒന്നും കൂടെ ചേർന്ന് പാടാൻ പോവാ. ഒരാമേ പറഞ്ഞാട്ടെ. ഒരു കാര്യം ഓർത്തോണം, ഈ ആരാധനയിൽ നിങ്ങൾ പോരാടുകയാണ്, നിങ്ങൾ യുദ്ധം ചെയ്യുകയാണ്. നീ യുദ്ധം ചെയ്യുന്നത് ഒരു പക്ഷെ നിന്റെ കുടുംബത്തിന് വേണ്ടിയായിരിക്കാം, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടിയായിരിക്കാം. പക്ഷെ ഈ യുദ്ധത്തിൽ നിന്നെ ജയിപ്പിക്കാൻ കർത്താവ് ഇന്ന് പകൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് വേറെ ഒന്നും പറയാൻ അറിയത്തില്ല. പക്ഷേ ആരാധിച്ചും കർത്താവിനെ ഉയർത്തിയ ഇവിടെ വരെ ഞാൻ വന്നത്, എനിക്കത് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ അറിഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നു. അവനെ ആരാധിച്ചവരെ അവൻ മറക്കത്തില്ല. അവനെ ഉയർത്തിയവരെ അവൻ മറക്കുന്ന ദൈവമല്ല. അവനെ ഉയർത്തി ശീലമുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ഇനിയും ഒരിക്കൽ കൂടി ആരും നിർബന്ധിക്കാൻ കാത്തിരിക്കാതെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. നമ്മളൊന്നും കൂടെ ചേർന്ന് പാടാൻ പോവാ. ഇത് ചിലരുടെ വിടുതല. ഇനി ഒരു വിഷയം നിങ്ങൾക്കില്ലെങ്കിൽ അടുത്തിരിക്കുന്ന സഹോദരന്റെ വിഷയത്തെ ഏറ്റെടുത്ത് അങ്ങ് പ്രാർത്ഥിച്ചോ, അങ്ങ് ആരാധിച്ചോ. ആമേൻ. അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നിന്റെ മേൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനേകരുടെ കെട്ടുകൾ അടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ മതിയായ ദൈവശക്തിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ചേർന്ന് ഹല്ലേലൂയ. ശബ്ദമുയരണം. ഇതിനകത്ത് ശബ്ദമുയരണം. കെട്ടുകൾ അടിയട്ടെ യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധ. ഓ എത്ര മഹാത്ഭുതം. പരിശുദ്ധൻ. ഉയർത്തവന്റെ നാമം ചേർന്ന യേശുവിൻ നാമം, മധുരനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. എന്റെ യേശുവിൻ നാമം, മധുരനാമം, ഇണയില്ല നാമം. Come on, വാനിലും ഭൂമി
യേശുവിൻ നാമം. ഓ മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല. യേശുവിൻ നാമമേൽ, യേശുവിൻ നാമമേൽ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ ചേർന്ന യേശുവിൻ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമം കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമൻ പ്രാണനു. ജയിക്കുന്നവർ ചേർന്ന് അനർത്ഥമൊന്നും ഭാവിക്കയില്ല, ബാധയൊന്നും. നിങ്ങൾ പറയണം അനർത്ഥമൊന്നും ഭാവിക്കയില്ല, ബാധയൊന്നും. പറഞ്ഞേ ഒരിക്കൽ കൂടി. അനർത്ഥമൊന്നും, ഒരിക്കൽ കൂടി. അനർത്ഥമൊന്നും ഭാവിക്കയില്ല, ബാധയൊന്നും. കാരണം യേശുവിന്റെ നാമം, യേശുവിൻ നാമമൻ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമൻ കുഞ്ഞാടിൻ രക്തം. സ്വർഗീയ സേനയിൽ കാവലുണ്ട്, സർവാധികാരിയൻ കരുതലുണ്ട്. സ്വർഗീയ സേനയിൽ കാവലുണ്ട്. യേശുവിൻ നാമം, യേശുവിൻ നാമം പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ ഭയം ഇറങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭയം ഇറങ്ങിപ്പോകട്ടെ. യേശുവിൻ നാമം പ്രാണനു. ഓ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം കുഞ്ഞാടിൻ രക്തം. ജനം ചേർന്ന് വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം. മറക്കുക വ്യാധിயின் പേരുകളെ. വാഴ്ത്തുക യേശുവിൻ, മറക്കുക വ്യാധിயின் പേരുകളെ. യേശുവിൻ നാമത്തിൽ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീട്. കുഞ്ഞാടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. പഞ്ചാംഗിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം. ഓ മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നു. നിന്നെ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ. നന്ദിയോടടി വണങ്ങും. മഹത്വം രക്ഷക നിന്നെ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ. ആയുസ്സിൻ നാളെല്ലാം നന്ദിയോ. ഓ മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നു. നിന്നെ സ്തുതിക്കും നിന്നെ ഞാൻ. ആയുസ്സ് മഹത്വം രക്ഷക. ശബലം സാരാമാരം തെരേ ശബാബാനം തെരേ. ഓ നബലം ശബലം തുരവൈടവരം തുരവാലവരം തേരികനേരകത ശൈലാമാൻ. ഓരി വശകനാരം തേരികനേരം തേരിക നിരവക്ഷകനം തുരവൈടവരി വനവക്ഷകനം തുരവക്ഷകനം തുരവൈടകീകമനക്ഷകനം തുരവക്ഷകനം തുരവൈടവരേതകനം ഏരികനക്ഷകനം തുരവൈടകീകമനക്ഷ തുരവക്ഷകനം തേരികനേരികതേ. Hallelujah. 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 Oh Shababana Rabase. Dikamana Rabasante. Libratana Moshe. Hey.
ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ ശരീരത്തിൽ ഒന്ന് എഴുന്നേൽക്കാം. ഇന്ന് പകൽ ദൈവം ചിലരെ ഉറപ്പിക്കുകയാണ്. നിന്നെ ജയിപ്പിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. പലവട്ടം നീ ഉരുവിട്ട വാക്കാണിത്, യുദ്ധം യഹോവയ്ക്കുള്ളതാകും. എന്നാൽ യഹോവ എങ്ങനെ യുദ്ധം ചെയ്ത് നിന്റെ കരങ്ങളിൽ ജയത്തിന്റെ കൊടി നൽകുമെന്ന് ഇന്ന് പകൽ നീ നിന്റെ ജീവിതത്തിൽ കാണാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. തിരുവചനം പറയുന്ന പോലെ അവനൊരു വീരനെ പോലെ ചിലർക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. സൈന്യാധിപനായി ഇന്ന് പകൽ അവൻ ചിലർക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. നായകനായി ഇന്ന് പകൽ അവൻ ചിലർക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. നാളുകളായി നീ കേട്ട അവൻ ചില പഴികളെയും ദുഷികളെയും അവൻ ഹല്ലേലൂയ ചില മനുഷ്യ അഭിപ്രായങ്ങളെയും തിരുത്തി എഴുതിക്കൊണ്ട് നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ തന്റെ ജനത്തിൽ നിന്നൊരു അസാധാരണമായ ധൈര്യം ദൈവം പ്രതീക്ഷിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, തന്റെ ജനത്തിൽ നിന്നൊരു അസാധാരണമായ ധൈര്യം ദൈവം പ്രതീക്ഷിക്കുകയാണ്. ഈർച്ചവാളിന്റെ മുൻപിലും തലകുനിക്കാതെ ഈർച്ചവാളിന് കഴുത്തു വെച്ചു കൊടുത്ത ആദിമ സഭയുടെ ധൈര്യം, തീച്ചൂളയ്ക്കകത്തേക്ക് തള്ളിയിടുമ്പോഴും തള്ളി പറയാതെ ദൈവത്തെ മുറുകെ പിടിച്ച ഭക്തന്മാരുടെ ധൈര്യം ഇന്ന് പകൽ ചിലരുടെ മേൽ ദൈവം ഇടാൻ പോവുകയാണ്. ഈ ദേശത്ത് ചിലരുടെ മേൽ ഒരു അസാധാരണമായ ധൈര്യം ദൈവം ഇടാൻ പോവുകയാണ്. ആ ധൈര്യം വന്നാൽ ഉയർന്നു പോകുന്ന തിരമാലകൾക്ക് നിന്നെ മടക്കി അയക്കാൻ പറ്റത്തില്ല. നിന്റെ മുമ്പിൽ ശത്രു ഉയർത്തി പൊക്കുന്ന യെരിഹോ മതിലുകൾ കണ്ട് നീ ദൗത്യത്തിൽ നിന്ന് പിന്മാറത്തില്ല. കാരണം നിനക്കറിയാം, എന്റെ ദൈവം സകലത്തിനും മീതെ അവൻ വാഴുന്നു. വിശ്വസിച്ച് ഇന്ന് പകൽ നിന്നിലൂടെ ചില വിടുതലുകൾ നിന്റെ ഭവനങ്ങളിലേക്ക് തുറന്നു വിടാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒന്ന് ഏറ്റെടുത്തെ നിന്റെ ജീവിതത്തിൽ അതൊന്ന് നീ ഒന്ന് സ്വീകരിച്ച് ഒരു ഗിദെയോനെ പോലെ നിന്റെ ജനതയ്ക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കാൻ ഇന്ന് പകൽ നിന്റെ മേൽ കിടക്കുന്ന ആ കോളിനോട് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. Come on. ഭയം ദൈവം അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഭയമില്ല ഇനിയൊന്നിലും. അവന്റെ മക്കൾ ചേർന്ന് ഓ സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ. Come on church. ഓ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും. ഭയമില്ല ഇനിയും. യേശു എന്നും എൻ്റെ ആശ്രയം, എൻ്റെ ആശ്രയം. ആത്മശക്തിയാൽ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാൽ ഞങ്ങൾ ജീവിക്കും. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർ പറഞ്ഞ ധൈര്യത്തോടെ ഓ നടന്നിടും പെരുവെള്ളത്തിൻ. Because I see my God. എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല ഓ എനിക്കൊന്നിലും.
എന്നുമെന്നെ മറയ്ക്കണേ നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ. പാടിക്കേ. ഓ എന്നെ നിറയ്ക്കണേ. അവനിൽ മറഞ്ഞുകൊണ്ട് യേശുവേ യേശുവിൽ എന്നുമെന്നെ മറയ്ക്കണേ. അവനിൽ മറഞ്ഞ് തൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ. എന്നെ നിറയ്ക്കണേ. സമുദ്രങ്ങൾ എൻ്റെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കും നീലു. അവന്റെ മക്കൾ ചേർന്ന് ഭയമില്ല ഇനിയും, കാരണം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടാകുവാൻ. യഹോവ ശമ്മാ കൂടെയിരിക്കും. നൽകുമെൻ ആവശ്യം. ധൈര്യത്തോടെ യഹോവ കൂടെയിരിക്കും. Yes, I see that. ഞാൻ കാണുന്നു. നിങ്ങൾ ധൈര്യത്തോടെ ചിലരത് പറയുന്ന ഞാൻ കാണുന്നു. ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ യഹോവ ശമ്മാ കൂടെയിരി. അവൻ നമ്മോട് കൂടെ നൽകുമെൻ ആവശ്യം. ചേർന്ന് പറയട്ടെ. നീ മാത്രം മതി. Come on, youngsters. നീ മാത്രം മതി. കുഞ്ഞുങ്ങൾ ചേർന്ന് യേശു അപ്പാ നീ വേണം നീ മാത്രം മതി. എനിക്ക് സ്നേഹത്തോടെ നീ മാത്രം മതി. എനിക്ക് ശബ്ദമുയർത്തി നീ മാത്രം. അക്കരങ്ങൾ ഉയർത്തി യേശുവേ നീ മാത്രം മതി. കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. It's all about Jesus. യേശുവാണ് നമ്മുടെ സന്തോഷം. ആ നാമമാണ് നമ്മെ സന്തോഷിപ്പിക്കുന്നത്. ഇന്ന് പകൽ ആ നാമമാണ് നമുക്ക് ആനന്ദം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ നാമമാണ് ജീവിക്കാൻ ഇന്ന് പകലും നമുക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ജീസസ്. നാം ഇത്രത്തോളം വന്നതല്ല, ആ നല്ല കർത്താവ് നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന അതിശയത്തോടെ നോക്കുന്നവരോട് ഇന്ന് പകൽ ദൈവത്തിനൊന്ന് പറയാനുണ്ട്. നീ വന്ന വഴികളിൽ നോക്കുന്നതിനേക്കാൾ കൂടുതൽ നീ നോക്കിയത് എൻ്റെ മുഖത്തേക്കാണ്. അതുകൊണ്ട് നീ വന്ന വഴിയിലെ പ്രതിസന്ധികളെ ഒന്നും നീ കണ്ടില്ല. പക്ഷേ നിന്നെ മുക്കിക്കളയുന്ന ആമേൻ ഹല്ലേലൂയ പ്രതിസന്ധികൾ നിനക്ക് നേരെ വന്നപ്പോഴും അതിനു മുകളിലൂടെ നീ എൻ്റെ മുഖത്ത് നോക്കുക നിമിത്തം ഒന്നിനെയും ഭയപ്പെടാതെ ഇതുവരെയും വന്നു.
അതുകൊണ്ട് നമ്മൾ ആത്മാവിൽ കഴിഞ്ഞ നാളുകളിൽ പാടിയതാ, ഒന്നിനെ കുറിച്ച് ഇനിയും എനിക്കാകുല ചിന്തയില്ല, ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഇത് ആത്മാവിൽ ചേർന്ന് പാടുമ്പോഴാ സഭയിൽ ഐക്യത വെളിപ്പെടുന്നത്. സഭയിൽ വലിപ്പ ചെറുപ്പമില്ല, സഭയിൽ ഉയർന്നവൻ താണവനില്ല. ഇത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് ഇവിടെ. ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ. സ്വയം പ്രശംസിക്കാതെ എല്ലാറ്റിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആത്മാവിൽ ഒന്ന് ചേർന്ന് പാടാൻ പോവുക. ഒന്നിനെ കുറിച്ച് ഇനിയും പഠിക്ക, എനിക്കാകുല ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുമേ. അബ്രഹാമിൻ ദൈവം, come on, അബ്രഹാമിൻ ദൈവം, ആ നല്ല ദൈവം ഇന്ന് മകൻ നമ്മോടും കൂടെയുള്ളതിന് ആ കരങ്ങളെ തട്ടി ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ കൂടെയുള്ളതാ. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും, ഭയം വേണ്ട ഇനി. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിനി. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷന തോന്നിയാലും എൻ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനാ. ഓ ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലോ എൻ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി. അബ്രഹാമിൻ ദൈവം, അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ കൂടെ. Come on, ചേർന്ന് അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ കൂടെയുള്ളതാ. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിയോ. ഓ സിയോൻ മനമേ ഭയമൊന്നും ചേർന്ന് പാടിക്ക. ഒന്നിനെ കുറിച്ച് ഇനിയോ എനിക്കാകുല ചിന്തയില്ല, ജീവമന്ന എന്നെ ക്ഷേമമാ. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ച് ഇനിയോ എനിക്കാകുല ചിന്തയില്ല, ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ കൂടെ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ കൂടെ. സിയോൻ യാത്രയിൽ, സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും പഠിക്കാൻ. മനുഷ്യനിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. എൻ ദൈവത്തിൽ ആശ്രയമോ അതും ഇന്ന് പകലും ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ചേർന്ന മനുഷ്യരിൽ. എൻ ദൈവത്തിൽ ആശ്രയമോ. നമുക്കൊരു ദൈവമുണ്ട്, അവൻ സകലത്തിനും മതിയായവൻ. ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ കൂടെ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ. അബ്രഹാമിൻ ദൈവം, അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്റെ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ
വിശ്വസിച്ച് ആശ്രയിക്കുന്നവർ ആശ്രയിക്കുന്നവർ അവനിൽ ആശ്രയിക്കുന്നവർ രക്ഷകനം ചുരവൈദമരീകമനം ചുരവാനകരം ശാരം തേരെ ബേരിബാരകദോ ഓ വിവാമമാനം ഓ ശാമാനേരേരേരേരേരം ചരവൈദമ ഉദമനരക്ഷകനം ചുരവ ചുരവക്ഷകനം ചുരവ ചുരമാനകദീകമനം ചുരവക്ഷകനം ചുരവൈദ ചുരമാനകദീകമനം ചുരവക്ഷകനം ചരവൗദ ചുരവക്ഷകനം ചേരികദ ചുരമാനകദീകമനം ചുരവക്ഷകനം ചേരികദ ഓ നിന്റെ പ്രശ്നങ്ങൾക്ക് മുകളിൽ ഇന്ന് പകൽ പരിഹാരകനായ ദൈവത്തെ കാണാൻ കഴിയുന്നവർ, ഇന്ന് പകൽ നിന്റെ പ്രതിസന്ധിയിലും നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നവന് ഇന്ന് പകൽ നിനക്ക് കാണാൻ കഴിയുന്നെങ്കിൽ ആത്മാവിൽ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം ഇന്ന് പകൽ എൻ്റെ കൂടെ ഉണ്ടെന്ന് അനുഭവിക്കുന്ന ചിലരെ ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഓരോ വട്ടം ആരാധിക്കുമ്പോഴും നിങ്ങൾ ഓരോ വട്ടം ദൈവത്തെ സ്തുതിക്കുമ്പോഴും ആ ഉറപ്പ് നിങ്ങളുടെ മുഖത്ത് തെളിഞ്ഞു വരുന്നുണ്ട്. ഇന്ന് പകൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ മുഖത്ത് നോക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ദൈവത്തിൽ ആശ്രയം വെച്ചവന്റെ കോൺഫിഡൻസിന് മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ ഒരു ദുഷ്ടനും കഴിയത്തില്ല. ഇന്ന് പകൽ ആ ധൈര്യം പ്രാപിച്ച ദൈവജനം കരങ്ങളെ തട്ടി അവനെന്റെ ശൈലവും എൻ കോട്ടയും അവനെന്റെ രക്ഷയും എന്നാശ്രയം അവനെന്റെ ശൈലവും എൻ കോട്ടയും ധ്യാനത്തോടെ അവനെന്റെ രക്ഷയും എന്നാശ്രയം എൻ പാറയാകുന്നവനോ എൻ പരിചയാകുന്ന അവനെന്റെ ഉപനീതിയേ അവനെന്റെ പാറയാകയാ ഓ പരിചയാകുന്നവൻ അവനെന്റെ ഉപനീതിയേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും. Come on church. ഉയരാനാം ദൈവമേ അങ്ങേ നാമിൽ ഓ നീ പരിശുദ്ധൻ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും ഉയരാനാം നാമിൽ ശബ്ദമുയർത്തി പരിശുദ്ധൻ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും
Hallelujah. 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 ജനം ശബ്ദമുയർത്തി Hallelujah. Hallelujah. ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട് രാജാതി രാജാവിന് മഹത്വം. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പരിശുദ്ധനെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ. Come on, church. Praise, come on. Hallelujah. Hallelujah. നമ്മുടെ ദൈവത്തെ ചേർന്ന് ഒരിക്കൽ കൂടി Hallelujah. യാക്കോബ് പറഞ്ഞതുപോലെ ഇവിടെ നിശ്ചയമായും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഞങ്ങൾ ഈ ബഥേലിൽ അത് തിരിച്ചറിയുന്നു. ഇന്ന് പകലും ഞങ്ങൾ ആ ദൈവിക സാന്നിധ്യത്തെ മറ്റെല്ലാ ദിവസത്തെക്കാൾ അധികമായി ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ തിരിച്ചറിയുന്നു. ഞങ്ങൾക്കറിയാം ദൈവം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു വലിയ പ്രവൃത്തി ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് കാണാൻ ഞങ്ങൾ കർത്താവെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് കാണാൻ, ദൈവം ഇറങ്ങി നിൽക്കുന്ന ചില വിഷയങ്ങളിൽ ദൈവം ഇറങ്ങി നിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരുന്നത് കാണാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. സകലമാന മഹത്വം അങ്ങേക്ക്. ഈ സാന്നിധ്യത്തിൽ തുടരാൻ ഞങ്ങളെ സഹായിച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകലും നമുക്ക് ജയം നൽകിയ കർത്താവിനെ കരങ്ങൾ ഉയർത്തി ദൈവം നമ്മെ സഹായിക്കും.